ഇടുക്കി ജില്ലയിൽ പലയിടങ്ങളിലും കേൾക്കുന്ന സ്ഥലനാമമാണ് ചെമ്പകപ്പാറ. ഈ സ്ഥലങ്ങളിലെല്ലാം ചെമ്പകമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാകും മറുപടി. എന്നാൽ ഹിന്ദു ഐതിഹ്യത്തിലെ പുണ്യവൃക്ഷമായ ചെമ്പകം പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെമ്പകപ്പാറ എന്നൊരു ഗ്രാമമുണ്ട് കട്ടപ്പനയിൽ. പേരുപോലെ തന്നെ പാറക്കെട്ടുകൾക്ക് മുകളിൽ വളർന്നു നിൽക്കുന്ന ചെമ്പകപ്പൂക്കളുടെ കാഴ്ച വളരെ മനോഹരമാണ്. കട്ടപ്പനയുടെ അതിർത്തി മേഖലയിൽ കത്തുന്ന ചൂടിലും വിടർന്നു നിൽക്കുന്ന ചെമ്പകങ്ങൾ അതിമനോഹര കാഴ്ചയ്ക്കൊപ്പം നറുമണവും പകരുന്നുണ്ട്. കട്ടപ്പനയിൽ നിന്നും ചെമ്പകപ്പാറയ്ക്കുള്ള വഴി ചോദിച്ചാൽ ആദ്യം തന്നെ ആളുകൾ ഇരട്ടയാറിനപ്പുറമുള്ള ചെമ്പകപ്പാറയ്ക്കുള്ള വഴിയാകും കാണിച്ചു തരിക. എന്നാൽ സ്ഥലപ്പേരിന്റെ അർത്ഥം പോലെ തന്നെ ചെമ്പകം പൂത്തുനിൽക്കുന്ന പാറക്കെട്ടുകളുള്ള ചെമ്പകപ്പാറ എന്ന സ്ഥലം കട്ടപ്പന നഗരസഭയുടെ അതിർത്തി പ്രദേശത്തുണ്ട്. ചെമ്പകം പൂത്തുലഞ്ഞു നിൽക്കുന്ന വാഴവരയ്ക്ക് സമീപമുള്ള ഒരു ഗ്രാമീണ മേഖലയാണ് ഈ കാണുന്ന കുന്നിൻ ചെരുവ്. വീശിയടിക്കുന്ന കാറ്റിനും നിശബ്ദതയ്ക്കുമൊപ്പം വെളുത്ത ചെമ്പകപ്പൂക്കളുടെ കാഴ്ച ആരിലും കൗതുകമുണർത്തുന്നതാണ്. എല്ലാ വർഷവും വേനലിൽ ചൂടിനെ തോൽപ്പിച്ചുകൊണ്ട് ഇവിടെ ചെമ്പകമരങ്ങൾ പൂവിടാറുണ്ട്. പിന്നീട് 1.5 മാസക്കാലം കാഴ്ചക്കാരെ അതിശയിപ്പിച്ച് പൂക്കൾ അതിജീവിക്കും. ഒപ്പം ചെമ്പകപ്പൂക്കളിൽ തട്ടി വീശുന്ന കാറ്റ് പ്രദേശമൊന്നാകെ സുഗന്ധം പരത്തുന്നു. ഒരു തരി മണ്ണ് പോലും തൊടാതെ പാറകളിൽ വളരുന്ന ചെമ്പകമരങ്ങൾ നാട്ടുകാർക്കും അത്ഭുതമാണ് പകർന്നു നൽകുന്നത്. ചെമ്പകപ്പാറ എന്നുള്ളത് ഇവിടെ നേരത്തെ ചെമ്പകമുണ്ട്, അതിൻ്റെ പേരിലാണ് ചെമ്പകപ്പാറ എന്നുള്ളത്. ഞാൻ വരുമ്പോൾ ഒരു 40 കൊല്ലമായിട്ടുണ്ട് വിളവപ്പോൾ. ഈ 40 കൊല്ലമായിട്ട് ഇതുണ്ട്. വണ്ടുകൾ വഴിയാണ് ചെമ്പകത്തിന്റെ പരാഗണം നടക്കുന്നത്. എന്നാൽ പുഷ്പിക്കാൻ 8 മുതൽ 10 വർഷം വരെ സമയമെടുക്കും. പൂക്കൾ മുട്ടിട്ട് കഴിഞ്ഞാൽ ഇലകൾ പൊഴിച്ചു തുടങ്ങും. പിന്നീട് നേർത്ത ശിഖരങ്ങളിൽ പൂക്കൾ മാത്രം അവശേഷിക്കും. ഔഷധ ഗുണമുള്ള ചെമ്പകത്തിന് ഹിന്ദു ഐതിഹ്യങ്ങളിൽ വലിയ പ്രാധാന്യമാണുള്ളത്. മിക്ക ക്ഷേത്രങ്ങളിലും ചെമ്പകം നട്ടുപരിപാലിക്കാറുമുണ്ട്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.